കൽബിന്റെ ഉള്ളിൽ നിന്നൊരു മഹബത്ത് വേണം. ആരോടാണ്? മദീനയിലെ രാജാവ്, ലോകഗുരുവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലണം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെത്തണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ കൽബിൽ രാജാവായി ഇങ്ങനെ കൊണ്ടു നടക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോലെ സ്വലാത്തു ചൊല്ലി ആദരവോടെ മുന്നോട്ട് പോകണം. ഈ റബീഉൽ അവ്വൽ ചില അസൈൻമെന്റുകൾ നമുക്ക് വേണം. ഒന്ന്, അവിടുത്തെ ചരിത്രത്തിൽ ഒരു പുസ്തകം എനിക്ക് വായിച്ചു പഠിക്കണം. രണ്ട്, അവിടുത്തെ മേൽ എനിക്ക് സ്വലാത്തു ചൊല്ലണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലണം. അതല്ലേ മദീനത്ത് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ചൊല്ലി സ്വല്ലല്ലാഹു അവിടെ നിന്ന് ചൊല്ലുകയാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലുമ്പോൾ അവിടുന്ന് പറയാണ്, എൻ്റെ നേതാവ് പോയി. എവിടേക്കാണ്? വാനലോകത്തേക്ക് ഉയർന്നപ്പോൾ ഇത് ജാഇലാ കുല്ലി സമാഇ തസഫുഫാ റുസുലുൻ വഅംലാകുൻ വറഅൽ മുസ്തഫാ. ആകാശമണ്ഡലത്തിലേക്ക് എന്റെ നേതാവ് ചെന്നപ്പോൾ അതാ ഓരോ മണ്ഡലങ്ങളും കടന്നു പോകുമ്പോൾ റുസുലുൻ വഅംലാകുൻ വറഅൽ മുസ്തഫാ, മലക്കുകളും മുർസലീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നണിയിലാണ്. ഫീഹിം ഇമാമൻ ഖദ്ദമൂ മുശറഫാ സ്വല്ലാ ബികുല്ലിൻ ഖൽഫഹു മഅമൂമാ. എല്ലാ മുർസലീങ്ങൾക്കും എല്ലാ അംബിയാക്കൾക്കും ഇമാമായി നിസ്കരിച്ച ഇമാമുൽ അംബിയാഇ വൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ടോ ഫഅഅല അജബിൻ അബാഹു ഇദാ നളർ യുംനാഹു യദ്ഹകു വശിമാല ഇദാ ബസർ യബ്കി വയഹ്യാ والمسيح ومن حضر ورأى الخليل ويوسفا وكليما صلوا عليه وسلموا تسليما. ورأى على عجب എന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് വേണ്ടി ആകാശമണ്ഡലത്തിലേക്ക് ചെന്നപ്പോൾ ഫറആ അലാ അജബിൻ, അത്ഭുതത്തോടെ കാണുകയാണ് അബാഹു ആദം നബി അലൈഹിസ്സലാമിനെ. ഇദാ നളറ, ആദം നബി നോക്കിയാൽ യുംനാഹു, വലത് സൈഡിലേക്ക് നോക്കിയപ്പോൾ യദ്ഹകു, ചിരിക്കുകയാണ്. വശിമാല ഇദാ ബസർ, ഇടത്തോട്ട് നോക്കിയപ്പോൾ യബ്കി, കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അതേ ആദം നബി അലൈഹിസ്സലാം എന്ന അബുൽ ബശർ ഒരു വലഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നു, ഇടഭാഗത്തേക്ക് നോക്കി കരയുന്നു. പിന്നെ അവിടെ കണ്ടതാരെയാണ്? യഹ്യാ വൽ മസീഹ വമൻ ഹളർ വറഅൽ ഖലീല വയൂസുഫൻ വകലീമാ. എന്തേ ആദം നബി വലത്തോട്ട് നോക്കി ചിരിച്ചത്? ആദം നബിയുടെ മക്കളിൽ നിന്ന് നല്ല മക്കളെ കണ്ടപ്പോ ചിരിക്കുകയാണ്. ഇടത്തോട്ട് നോക്കിയപ്പോ കരഞ്ഞതെന്തേ? ദീനിൽ നിന്ന് തെറ്റിപ്പോയ മക്കളെ കണ്ടപ്പോൾ കരയുകയാണ്. ഇതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ജയിക്കണോ? ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ രക്ഷപ്പെടണോ? ഖബറിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമാണ്. മൻ റബ്ബുക, ചോദ്യം പറഞ്ഞു, ചോദ്യം ചോദിച്ചു. ഉത്തരം തെറ്റിയാലും ശരിയായാലും അടുത്ത ചോദ്യമുണ്ട്. മമാ ദീനുക വമൻ നബിയുക വമാ ഇമാമുക വമൻ ഇഖ്വാനുക.
അവസാനം ഒരു ചോദ്യമുണ്ട്, അതും സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. എന്തേ ആ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണെന്നറിയുമോ? എല്ലാവരും എഴുന്നേറ്റ്. അമ്മൽ മുഅ്മിനു അവിൽ മൂഖിനു. അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ പറയും, ഇതെന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതേ സമയത്ത് അമ്മൽ മുനാഫിഖു അവിൽ മുർതാബു, കപട വിശ്വാസി അല്ലെങ്കിൽ സംശയാലുവായ ആള് പറയും, ഒരാളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. നമ്മൾ പറയണം, ഇതെന്റെ പൊന്നു നബിയാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയും, നം സാലിഹാ ഔ നം കനൗമത്തിൽ അറൂസ്. മണവാളൻ ഉറങ്ങും പോലെ ഉറങ്ങിക്കോ. മണവാളൻ ഉറങ്ങുമോ? ഇല്ലല്ലോ. മണവാളൻ മണവാട്ടിയെ കണ്ടുകൊണ്ട് നേരം വെളുപ്പിക്കല്ലേ ചെയ്യാ. മണവാളൻ മണവറയിൽ ഉറങ്ങുകയല്ലല്ലോ. മണവാട്ടിയെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ സുബഹിയായത് അറിഞ്ഞില്ല, പഠിച്ചോനെ നേരം വെളുത്തുപോയോ എന്ന് ചോദിക്കും. വാങ്ങു കേൾക്കുമ്പോ പഠിച്ചോനെ നേരായോ എന്ന് ചോദിക്കും. ഇതുപോലെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഖബറിൽ കിടക്കുമ്പോൾ നേരം പോണതറിയൂല. ആ ജമാൽ, ആ കമാൽ ആസ്വദിച്ചുകൊണ്ടുള്ള കിടത്തം ഖബറിൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ സന്തോഷത്തോടെ കനവിലും നിലവിലും സ്വീകരിച്ച് അവിടുത്തെ മഹബത്തിന്റെ മധുരം ഞങ്ങൾക്ക് ചേർത്തു തന്ന് കൽബിന്റെ ഉള്ളിൽ ആ ഹബീബ് എപ്പോഴും വേണം. ഇല്ലെങ്കിൽ പിന്നെ അത് മരണമായി പോയി. ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ കൽബ് നല്ല തെളിഞ്ഞൊരു കൽബാക്കണം. തെറി പറഞ്ഞ് പണ്ഡിതന്മാരെ ആക്ഷേപിക്കൽ ദഅവത്തല്ല, ആലിമീങ്ങളെ ചീത്ത പറയൽ പ്രബോധനമല്ല. അല്ലാഹുവിന്റെ ദീന് നന്നായി പഠിക്കണം, പഠിച്ചതനുസരിച്ച് അമല് ചെയ്യണം. ആലിമീങ്ങളെ കുറ്റം പറയരുത്, സാദാത്തുക്കളെ സാരപ്പെടുത്തരുത്. അല്ലാഹു ബഹുമാനിച്ചതിനെ ചെറുതായി കാണരുത്. അല്ലാഹുവിന്റെ മഹത്വം അറിയണം, സ്വാലിഹീങ്ങളുടെ സ്ഥാനം അറിയണം, അമ്പിയാക്കന്മാരുടെ ദറജ അറിയണം. എല്ലാത്തിലും ഉപരി സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ മഹബത്ത് വെച്ച്, ഇഷ്ടം വെച്ച്, അതിലേക്ക് കൽബ് ചേർന്ന് മദീനത്തിന്റെ മധുരം നുകർന്നുകൊണ്ട് ജീവിച്ച് അവസാനം അവിടുത്തെ പ്രശോഭിത മുഖം കണ്ടുകൊണ്ട് മരണപ്പെടാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. മുഅ്മിനീങ്ങളെ, നിങ്ങളോടൊന്നും പറയാനുള്ള സമയം ഞാൻ എടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ, കൊല്ലം ജില്ലയിൽ ഖാദിസിയ ത്വയ്ബ സെന്റർ തുടങ്ങി തെക്കൻ കേരളത്തിൽ 10-40-ലേറെ സംരംഭങ്ങൾ, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആസാം, UP തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി സ്ഥാപന സംവിധാനങ്ങൾ. അതിൽ 500ഓളം കുട്ടികൾ പഠിക്കുന്ന ഇറ എഡ്യൂക്കേഷൻ സെന്റർ എന്ന സ്ഥാപനം ബംഗാളിലുണ്ട്. മുഴുവൻ നമ്മുടെ ചെലവിൽ നടക്കുന്ന സ്ഥാപനമാണ്. അജ്മീറിൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളുടെ പേരിൽ ജാമിഅ മൊയ്നിയയുണ്ട്. അവിടുന്ന് പഠിച്ചിറങ്ങിയവരാണ് മൊയ്നികൾ. ആ സംവിധാനത്തിൽ ഓൺലൈനിൽ പഠിച്ച് പാസ്സായവരാണ് മൊയ്ന എന്ന ബിരുദം സ്വീകരിച്ച സഹോദരിമാർ. ആയിരക്കണക്കിന് ഉമ്മപെങ്ങന്മാർ ആ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. 1000ഓളം വരുന്ന മൊയ്നികൾ 10ാം വാർഷികത്തോടുകൂടി ആവുകയാണ്. ഹാറൂനികളുണ്ട്. വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാമുള്ള സംരംഭങ്ങൾക്ക് മാസം ദശലക്ഷക്കണക്കിന് രൂപ വേണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, കഴിയുമ്പോഴൊക്കെ സഹായിക്കണം. ജാമിഅ മൊയ്നിയുടെ ചാരിറ്റി ബോക്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. നിങ്ങൾ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടു പോകണം. എന്നിട്ട് വീട്ടിൽ വെച്ച് സംഭാവന നിക്ഷേപിക്കണം. അജ്മീറിൽ നടക്കുന്ന ദീനീ സ്ഥാപനത്തിന് സഹായിക്കണം. എല്ലാ വെള്ളിയാഴ്ച രാവും ഖാജാ തങ്ങളുടെ ഹളറത്തിൽ മൊയ്നിയയിലെ മുത്തഅല്ലിമീങ്ങൾ പോയി മജ്ലിസ് നടത്തും. അവിടെ നടക്കുന്ന ഏറ്റവും റാഹത്തുള്ള മജ്ലിസ് നമ്മുടെ മക്കൾ നടത്തുന്ന മജ്ലിസാണ്. അജ്മീറിൽ അങ്ങനെ ഒരു മജ്ലിസ് വന്നത് ജാമിഅ വന്നതിന് ശേഷമാണ്. അതിന് സ്ഥലം വേണം, കെട്ടിടം വേണം, പലതും വേണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ 100 കണക്കിന് ദാഇമാരുണ്ട്. അവർ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ
ഗ്രാമങ്ങളിൽ പോയി പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വെള്ളം, വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കാൻ കഷ്ടപ്പെടുന്ന ദായിമാരാണ്. അവർക്ക് പലപ്പോഴും ശമ്പളം ചെറുതേ ഉള്ളെങ്കിലും അതുപോലെ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് തന്ന നിഅമത്തിൽ നിന്ന് നിങ്ങൾ അതിനൊക്കെ സഹായിക്കണം, എന്നാലേ ഇതൊക്കെ വിജയിക്കുകയുള്ളൂ. അല്ലാഹു നമ്മളെയൊക്കെ ഖബൂൽ ചെയ്യട്ടെ. ഈ സാഹിത്യോത്സവത്തിന് നല്ല സംഭാവന കൊടുക്കണം. അച്ചാർ ചാലഞ്ച് നടത്തിയിട്ട് 100 റുപ്യക്ക് ഒരു അച്ചാർ കുട്ടികൾ ഇറക്കിയിട്ടുണ്ട്. അത് ഒരു ഘട്ടം നന്നായി ആളുകൾ സ്വീകരിച്ചു. അതിനെ സഹായിച്ചവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, പ്രവർത്തിച്ചവർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ഇനിയും കുറച്ചുകൂടി നിങ്ങളൊക്കെ വാങ്ങണം, വാങ്ങിയിട്ടും അല്ലാതെയും ഇതിന് സഹായിക്കണം. നാളെയും മറ്റന്നാളും ഇവിടെ നല്ല പരിപാടികൾ നടക്കും. രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ വന്ന് നോക്കി വേണ്ട പിന്തുണ കൊടുക്കണം. ഈ കുട്ടികൾ നാളെ ദായിമാരായി വരണം. നിങ്ങൾ നോക്കൂ, ഏതോ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ സാഹിത്യോത്സവം കേരളത്തിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്നു, ഇപ്പൊ ഇന്ത്യാതലത്തിൽ നടക്കുന്നു. ആദ്യം ഗുജറാത്തില്, പിന്നെ ബംഗാളില്, കഴിഞ്ഞ പ്രാവശ്യം ആന്ധ്രയില്, ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ നടക്കുന്നത് ഗോവയിലാണ്. അപ്പോൾ 24 സംസ്ഥാനത്തിലെ കുട്ടികൾ മത്സരിക്കും. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ RSC റിസാല സ്റ്റഡി സർക്കിൾ സാഹിത്യോത്സവം നടത്തുന്നു. മുഖ്ലിസീങ്ങളായ നമ്മുടെ മുൻഗാമികൾ കേരളത്തിലൊരു യൂണിറ്റിൽ ആ നാട്ടുകാരെ നിന്ന് പിരിവെടുത്ത് നടത്തിയ സാഹിത്യോത്സവല്ലേ ഇന്ന് ലോകത്തെല്ലാം എത്തിയത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. ഇത് ദീന് നിലനിർത്താനാണ്, വേറെ ഒരു താല്പര്യത്തിനുമല്ല. ഒപ്പമുണ്ടാകണം. ഉസ്താദുമാരുടെ ആഫിയത്തുള്ള ദീർഘായുസ്സിന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.